അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ സമയം കഴിഞ്ഞു. നമ്മുടെ മാവെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഫെർമെൻറ്റഡായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഇതിനെ ഉരുളകളായിട്ട് ഉരുട്ടുന്നു, എന്നിട്ട് പരത്തുന്നു. അപ്പോൾ ഈ സൈസിലൊക്കെ ഉള്ള ഏതോ ഇച്ചിരി കൂടെ വലുതായാലും കുഴപ്പമില്ല, നമ്മുടെ പരത്താനുള്ള കല്ലിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. എൻ്റെ ഒരു ചപ്പാത്തി കല്ലുണ്ട്, അതിൽ വെച്ചിട്ട് നമ്മളിത് പരത്തിയെടുക്കാൻ പോകണം. അപ്പോൾ ഇച്ചിരി മൈദ മാവ് തൂവിയിട്ടാണ് പരത്തേണ്ടത്. അത് ഒരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക, എന്നിട്ട് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ അത് ചൂടാക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ വറുത്ത് കോരുകയാണ്, അപ്പോൾ മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള എണ്ണ. ഓക്കെ, ഇത്രയും ഒന്ന് ചൂടാകാനായിട്ട് വെച്ചു. ഇനിയാണ് നമ്മൾ പരത്തൽ തുടങ്ങാൻ പോകുന്നത്. കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആദ്യം നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഇനി ഏതെങ്കിലും ഒരു മോൾഡ് വെച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ ഈ ബണ്ണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ റൗണ്ട് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള മോൾഡിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ വട്ടത്തിനുള്ള മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രസ് ചെയ്യുക. തൽക്കാലം ഞാൻ കാണിച്ചു തരുന്നത് ഈ മോൾഡിലാണ്. ഇത് ശരിക്കും കുക്കി കട്ടറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അടപ്പായാലും മതി. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇച്ചിരി ഡസ്റ്റ് ചെയ്തിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കും. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മളതിലിട്ട് വറുത്തെടുക്കും. അപ്പോൾ എണ്ണ കറക്റ്റായിട്ട് ചൂടായി കിടക്കുന്നു. ഒരുപാട് ബേൺ ചെയ്യുന്ന രീതിയിൽ ആക്കരുത്, ചെറിയ തീയിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇടാം. അപ്പം മൂപ്പ് അനുസരിച്ചിട്ട് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ എത്രത്തോളം മൂക്കണം ഇതെല്ലാം സ്വയം തീരുമാനിക്കാവുന്ന കാര്യമാണ്. അകമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. അകം വെന്ത് നല്ല കൊമളിച്ചിരിക്കാം. പിന്നെ എണ്ണയിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ കൊമളിങ്ങനെ ഒട്ടിപ്പോവും, അങ്ങനെയുള്ള പേടിയും വേണ്ട. ഇതിങ്ങനെ തന്നെ ഇരിക്കും, ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഒരു ചെറിയ സൈസിൽ ബണ്ണാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് സ്വീറ്റ് ബൺസ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇത് വലിയ സ്വീറ്റ് അല്ല, കുറച്ച് സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചെറിയൊരു മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ല, ഇതൊരു സ്വീറ്റ് ബണ്ണാണിത്, അല്ലാണ്ട് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? 2 എണ്ണം. ഒന്ന്, ഇതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് പൗഡേർഡ് ഷുഗർ, പഞ്ചസാര പൊടിച്ചത്, അതല്ലെങ്കിൽ ഐസിങ് ഷുഗർ, ഏതെങ്കിലും ഒന്ന് അതിൻ്റെ മേളിൽ ഇങ്ങനെ തൂവിയിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ചെടുത്ത് അങ്ങനെ ചെയ്യാൻ പോവാണ്. കുറച്ച് ബൺസിനെ അങ്ങോട്ട് മാറ്റി, ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ട്, അത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ ആവശ്യത്തിന് മധുരം കിട്ടും. കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കറക്റ്റായിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ബട്ടർ ക്രീം ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് വെണ്ണയും പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ഈ ക്രീം ബൺസിൻ്റെ അകത്ത് വയ്ക്കുന്ന പാകത്തിനുള്ള ബട്ടർ ക്രീം റെഡിയാവും. അതാദ്യം ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ബൺസ് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ക്രീം ഫില്ല് ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക്, അപ്പോൾ ഇപ്പം നന്നായിട്ട് തണുത്തിരിക്കുകയാണ്, ആദ്യം നമുക്കൊന്ന് ഒരു 50 ഗ്രാം വെണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര, അത് ഇഷ്ടാനുസരണം ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കപ്പോളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഏതാണ്ട് റെഡിയായി. ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യം, ഒരു ബണ്ണെടുക്കുക, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന്, ഇതിനകത്ത് പൊള്ളയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്യും. ഇനി ഇതിനകത്ത് ഇത്രയും സ്ഥലമുണ്ട്, എത്ര വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അതിനകത്തേക്ക് ഫില്ലിങ് നിറയ്ക്കാം. കുറച്ച് ഫില്ലിങ് എടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കും.
ബട്ടർ ക്രീം നിറച്ച എന്താ പറയുക ഫ്രൈഡ് ബണ്ണാണ്. ഒരു സൈഡിലേക്ക് വയ്ക്കും. ഇതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് റോൾസൊക്കെ ചെയ്യുന്ന പോലെയാണ്. പ്രോഫിറ്റ് റോൾസിലൊക്കെ ഇങ്ങനെയാണ്. നമ്മളത് പക്ഷേ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ കാണുന്ന രീതിയിലും വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, കാണാത്ത രീതിയിലും ഫില്ല് ചെയ്ത് അകത്ത് ഉള്ളിലാണ് ഇരിക്കുന്നത്, പുറത്തധികം കാണുന്നില്ല. വേണമെങ്കിൽ കാണുന്ന രീതിയിൽ ആക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആകും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ബട്ടർ ബൺസിനെയും ഈ ഫ്രൈഡ് ബൺസിനെ ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ വെച്ച് വിളമ്പാം. അങ്ങനെ 2 തരം ഫ്രൈഡ് ബൺസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമുള്ള രീതിയിൽ തയ്യാറാക്കുക. അപ്പോൾ മധുരമൊന്നും അധികം വേണ്ടാത്തവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, വറുത്തെടുക്കുക, കഴിക്കുക. കുറച്ചൊരു മധുരം ഉണ്ടാവും. അതിനെക്കാട്ടിൽ ഇച്ചിരിയുടെ മധുരം വേണമെന്നുള്ളവർ പൊടിച്ച പഞ്ചസാര മേളിൽ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ മേളിലിട്ടിട്ട് കഴിക്കുക. പിന്നെ 3ാമത്തെ ഓപ്ഷൻ, നല്ല മധുരം ഇഷ്ടമുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർ ബട്ടർ ക്രീം തയ്യാറാക്കുക. ഇതിനകത്ത് ചെറുതായിട്ടൊരു സ്ലിറ്റ് ഉണ്ടാക്കി ചെറിയൊരു കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിറച്ച് പൊള്ളയാണകം, അതിനകത്ത് നിറച്ച് വേണമെങ്കിലും വയ്ക്കാം, അത്രയൊന്നും വയ്ക്കേണ്ട, കുറച്ച് കാണുന്ന രീതിയിൽ ഇച്ചിരി വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക, കൊടുക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ ശരിക്കും നിറച്ച് ക്രീമൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും പരീക്ഷിക്കും.